ബീഹാറിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ പ്രതിഷേധത്തിൽ വ്യാപക സംഘർഷം. പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങൾ തകർത്തു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, ഒരുപക്ഷെ ബീഹാറിലാണ് നിരവധി നീറ്റ് പരീക്ഷ എഴുതിയ നിരവധി വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നിരവധി കോച്ചിങ് സെന്ററുകൾ കൂടിയുള്ള സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. അവിടെ രാജ്യത്തെമ്പാടും ഈ പ്രതിഷേധം കനക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ബീഹാറിലെ സംഘർഷത്തെയും കാണേണ്ടത്. സംഘർഷം എല്ലാ അർത്ഥത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപിക്കുന്നു. എന്താണ് ബീഹാറിലെ അവസ്ഥ? ബീഹാറിൽ വലിയ ഒരു സംഘർഷം തന്നെയാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രതിഷേധത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശിയതോടുകൂടിയാണ് വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രാഫിക് പോലീസിന്റെ ബൂത്ത് അടക്കം തല്ലി തകർക്കുന്നതിലേക്ക് അത്രത്തോളം വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നിരവധി തവണ ലാത്തി വീശി അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരെ മാറ്റുന്നതിന് വേണ്ടി ടിയർ ഗ്യാസ് അടക്കം നിരന്തരം ബീഹാറിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രത്തോളം വലിയൊരു പ്രതിഷേധം തന്നെയാണ് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാറിൽ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയൊരു പ്രതിഷേധത്തിന് നേരത്തെ തന്നെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ബീഹാറിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് കോച്ചിങ് സെന്ററുകൾ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ ബീഹാറിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് എത്രത്തോളം വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ആ പ്രതിഷേധത്തിൽ വലിയ സംഘർഷം, വൻ സംഘർഷം തന്നെ ഉണ്ടായിരിക്കുന്നു. എന്തായാലും പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങൾ നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ തല്ലി തകർത്തത്. സിജു.